നവോത്ഥാന ചരിത്രത്തിൽ വളരെ നിർണായക സ്വാധീനം വഹിച്ച ബ്രഹ്മശ്രീ സദാനന്ദ സ്വാമിജികളുടെ 100ാമത് സമാധി വാർഷികം കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിൻ്റെ വിവിധ പരിപാടികൾ നടക്കുകയായിരുന്നു. ഈ വർഷത്തെ പ്രോഗ്രാം ജനുവരി മാസം 15-ാം തീയതി മുതൽ ആരംഭിച്ചു. 27-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവർണർ 2024 പരിപാടി ഉദ്ഘാടനം, അതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രോഗ്രാമാണ് 27-ാം തീയതി നടക്കുന്നത്. ഈ ജനുവരി മാസം 26-ാം തീയതി മഹാസമാധിയാണ് സദാനന്ദ സ്വാമിജിയുടെ. തൈപ്പൂയം നാളിൽ സദാനന്ദ സ്വാമിജിയുടെ 100ാം മഹാസമാധിയാണ്. കേരളത്തിലെയും ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ ചിദാനന്ദപുരി സ്വാമികളുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തുന്ന യതിപൂജയും. ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ തത്തമംഗലം എന്ന സ്ഥലത്താണ് ഭൂജാതനായത്. ഇദ്ദേഹം തേർഡ് വരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം പരീക്ഷ എഴുതാൻ വേണ്ടി തൃശ്ശൂരിൽ പോവുകയും പിന്നെ വീട്ടിലേക്ക് പോയില്ല. പിന്നീട് കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അതിനുശേഷം തമിഴ്നാടും എല്ലാം ചുറ്റി സഞ്ചരിച്ച് പിന്നീട് ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അപ്പോൾ ഇന്ത്യയിൽ സംസാരിക്കുന്ന സകല ഭാഷയും ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. പഞ്ചാബി, ബംഗാളി, മറാഠി, ഗുജറാത്തി, തമിഴ്, തെലുങ്ക്, മലയാളം. അതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം കേരളത്തിൽ വന്ന് ആശാർകൂടം പറഞ്ഞ സ്ഥലത്ത് കുറച്ച് കാലം തപസ്സാനുഷ്ഠിക്കുകയും അപ്പോൾ ഇദ്ദേഹം ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുകയും അത് ഒരു മാഷ് കമാൻഡിൽ നിന്ന് ജലം മുഖത്ത് പ്രോത്സാഹമായിട്ടും നാവിൽ എഴുതിക്കൂട്ടായിട്ടും സ്വപ്നം കണ്ടു. അത് അഗസ്ത്യ മഹർഷിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു അഗസ്ത്യ മഹർഷി ആയുർവേദവും ജ്യോതിഷവും വേദാന്തവും എല്ലാം രമണ മഹർഷിയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം അതാണ് ഇവിടെ ആദ്യത്തെ പരീക്ഷ അഗസ്ത്യ മഹർഷി ആദ്യത്തെ സഹോദരനെ ലോകമുദ്ര രവി സുഭനാഴ്ചപ്പെട്ടത്. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 100ാം സമാധി വാർഷികം ആണ്. കാലാധിവർത്തിയായി സമാജ പരിവർത്തനത്തിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവ ധർമ്മത്തിൻ്റെ നവോത്ഥാനം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആശ്രമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രമമാണ് സദാനന്ദപുരം അവധൂതാശ്രമം. ഏകദേശം 123 വർഷങ്ങൾക്ക് മുൻപ് സദാനന്ദ സ്വാമി എന്ന് പറയുന്ന യുഗപ്രഭാവനായ സന്യാസി വര്യനാൽ സ്ഥാപിക്കപ്പെട്ട ഈ ആശ്രമം ഈ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇടക്കാലത്ത് കുറച്ചെങ്കിലും ഒരു പ്രവർത്തന നിരതയിൽ കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഈശ്വര അനുഗ്രഹം കൊണ്ട് മഹാസമാധി സ്വാമിജിയുടെ 100ാമത് മഹാസമാധി വാർഷികം അത് ആഘോഷിക്കുന്ന ഈ സമയത്ത് സമാജത്തിൻ്റെ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആളുകൾ ഒന്നു ചേർന്ന് ഇപ്പോൾ സമാജ പരിവർത്തനത്തിന് വേണ്ടി സ്വാമിജി എന്താണോ ഉദ്ദേശിച്ചത് ആ മാർഗത്തിലേക്ക് ഈ സംവിധാനത്തെ ഒന്നിച്ച് ചേർക്കുന്നതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആരാധ്യനായ കേരള ഗവർണർ ശ്രീ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സമാധി വാർഷികം അതിൻ്റെ പൊതുസമ്മേളനം ഈ വരുന്ന 27-ാം തീയതി രാവിലെ 11 മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. സമാജത്തിലെ എല്ലാ ആളുകളും, അതായത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സമാജം മുഴുവനായി ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് ഈ സമാജത്തെ കൈപിടിച്ചുയർത്തുന്ന തലത്തിലേക്ക് ഈ പരിവർത്തനം ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാലാധിവർത്തിയായി ഈ ആശ്രമം എന്നും നിലനിൽക്കും. ഇവിടെ വലിയ മാറ്റങ്ങൾക്ക് സദാനന്ദപുരം എന്ന ഗ്രാമത്തിനും ഈ കേരളത്തിന് മുഴുവനായും ആശയാഭിലാഷങ്ങളോടുകൂടി നോക്കാൻ പറ്റുന്ന ഒരു ഊർജ്ജ സ്രോതസ്സായി ഈ ആശ്രമം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. മഹാസമാധിയിൽ മഠാധിപതിയായിട്ടുള്ള ചിദാനന്ദ ഭാരതി സ്വാമികളുടെ നേതൃത്വത്തിൽ മഹാസമാധി പൂജ നടക്കുന്നു. അതോടനുബന്ധിച്ച് വരുന്ന സമയങ്ങളിൽ അഗസ്ത്യവനം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. സദാനന്ദ സ്വാമികൾ കേരളത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ അതേ രീതിയിൽ അനുസ്മരിക്കുന്ന രീതിയിൽ ഈ ആശ്രമത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലുള്ള പരിപാടികൾക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വേദപാഠശാല സദാനന്ദം വേദപാഠശാല മുടങ്ങിക്കിടന്നിരുന്ന സദാനന്ദ സ്വാമികളുടെ ഏറ്റവും വലിയ വിപ്ലവകരമായ സദാനന്ദ സ്വാമികളുടെ ജീവിതം തന്നെ ഇവിടുത്തെ ഏറ്റവും താഴ്ന്ന ഇവിടുത്തെ അടിയാളവർഗ എന്ന് അയിത്തം കൽപ്പിച്ചിരുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു.
അവർക്ക് വേണ്ടി അവരെ വേദം പഠിപ്പിച്ച് കോഴിക്കോട് വെച്ച് വേദം പഠിപ്പിച്ചുകൊണ്ട് പൂണൂലിട്ട് വേദം പഠിപ്പിച്ച് വിപ്ലവം നടത്തിയത് സദാനന്ദ സ്വാമികളാണ്. ആ സദാനന്ദ സ്വാമികൾ പുലേർ സ്കൂളുകൾ തുടങ്ങി തിരുവനന്തപുരത്തും കൊട്ടാരക്കരയിലും, ബ്രഹ്മനിഷ്ഠ മഠങ്ങൾ തുടങ്ങി ചിൽസഭ ആരംഭിച്ചു. ആ സദാനന്ദ സ്വാമികളുടെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ 100ാം സമാധി വാർഷികത്തിൽ മഠാധിപതിയായിട്ടുള്ള ചിദാനന്ദ ഭാരതി സ്വാമികളുടെ നേതൃത്വത്തിൽ വേദപാഠശാല, കേരളത്തിലെ ഏറ്റവും ആചാര്യന്മാരായ ചിദാനന്ദപുരി സ്വാമികൾ ഉൾപ്പെടെയുള്ള ആചാര്യന്മാർ വന്ന് ക്ലാസ് എടുക്കുന്ന വേദപാഠശാല, ജാതി ഭേദമന്യേ എല്ലാവർക്കും വേദം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സദാനന്ദ വേദപാഠശാലയും ബഹുമാനപ്പെട്ട ചിദാനന്ദപുരി സ്വാമികൾ ഈ മഹാസമാധി വാർഷികത്തിൽ അദ്ദേഹം തുടക്കം കുറിക്കുകയാണ്, ഉദ്ഘാടനം ചെയ്യുകയാണ്. അങ്ങനെ ഇവിടെ ആശ്രമത്തിൽ വിവിധ പരിപാടികൾ, ജനുവരി 15 മുതൽ ഇങ്ങോട്ട് വിവിധ പരിപാടികൾ, മഹാരുദ്ര യജ്ഞം നടന്നു, മഹാചണ്ഡിയായാഗം നടന്നു, ധന്വന്തരി യാഗം നടന്നു, അതുപോലെ സമൂഹ ദീക്ഷ, എല്ലാവർക്കും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സദാനന്ദ സ്വാമികളുടെ സ്വപ്നമായിരുന്ന മന്ത്രദീക്ഷ കൊടുത്തു. ഇങ്ങനെ വിവിധ പരിപാടി, എല്ലാ ദിവസവും അന്നം നൽകിയിരുന്ന അന്നക്ഷേത്രം, എല്ലാവർക്കും അന്നം കൊടുക്കുന്ന സ്ഥലമായിരുന്നു സദാനന്ദപുരം അവധൂതാശ്രമം. അത് വീണ്ടും ഇവിടെ അന്നം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ എല്ലാ ദിവസവും ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും ആശ്രമബന്ധുക്കൾക്കും അന്നം കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനെ വിവിധ പരിപാടികളാണ് നടത്തുന്നത്. അതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങൾ മഠാധിപതിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒരുമയോടെ, ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് ഒരുപാട്, ഇവിടെ അഗസ്ത്യരുടെ പ്രധാന ക്ഷേത്രമാണ്. സദാനന്ദ സ്വാമിയുടെ ഗുരു അഗസ്ത്യ ഭഗവാനാണ്. ആ അഗസ്ത്യ ഭഗവാനെ ഗുരുവായി കണ്ട സദാനന്ദ സ്വാമികൾ ഏറ്റവും കൂടുതൽ ശിഷ്യരുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ്. ആ തമിഴ്നാട്ടിലെ ഭക്തരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ മാറ്റം ഈ ആശ്രമത്തിന് ഇവിടുത്തെ ഒരു വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശ്രമത്തിലെ ഔഷധത്തോട്ടം വളരെയധികം പ്രത്യേകതയുള്ള ആണ്. സ്വർണം വരെ നിർമ്മിക്കാൻ കഴിയുന്ന ഔഷധങ്ങളുള്ള ഔഷധ തോട്ടമുണ്ട്. അതുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ, എല്ലാ ജനവിഭാഗങ്ങളും, കാര്യം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന സന്യാസി വരെ സദാനന്ദ സ്വാമിക്ക് ശിഷ്യനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മഹത്തായ സന്യാസി വര്യൻ്റെ 100ാം സമാധി വാർഷികം എല്ലാവരും ഒരു അർച്ചന പോലാണ് ഇത് കാണുന്നത്. എല്ലാ ജനവിഭാഗങ്ങളും ഇവിടെ ഒഴുകിയെത്തി ഈ ആശ്രമത്തിന് വേണ്ടിയിട്ട് സേവ ചെയ്യാൻ തയ്യാറായി പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഉത്സവമായിട്ടാണ് ഈ 100ാം സമാധി വാർഷികം കാണുന്നത്. അത് കേരളത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൽ ഈ നവകേരളത്തിനൊരു തിരുത്തലായിട്ട് ഈ സദാനന്ദ സ്വാമിയുടെ 100ാം സമാധി വാർഷികം മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സമാധി വാർഷികം നടക്കുന്ന ദിവസം ചിദാനന്ദപുരി സ്വാമികൾ ആണ് ആ സന്യാസി സംഗമത്തിൻ്റെ യതിപൂജയും ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സദസ്സിൽ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിട്ടുള്ള ചിദാനന്ദ ഭാരതി സ്വാമികൾ അധ്യക്ഷത വഹിക്കും. സൽസ്വരൂപാനന്ദ സ്വാമി, മാർഗനിർദ്ദേശ മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സൽസ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ, അതുപോലെ ചേങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ബ്രഹ്മവാദാനന്ദ സരസ്വതി സ്വാമികൾ, രാമകൃഷ്ണ മഠത്തിൻ്റെ ആപ്തലോകാനന്ദ സ്വാമികൾ, ബ്രഹ്മശ്രീ ഗീതാനന്ദ സ്വാമികൾ ചെറുകോൽ, അതുപോലെ പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമികൾ വാഴൂർ ആശ്രമത്തിൻ്റെ മഠാധിപതി, ബ്രഹ്മശ്രീ വിശേഷാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിലെ, അതുപോലെ ഉള്ള വിവിധ സന്യാസി ശ്രേഷ്ഠന്മാരും അമ്മമാരും അടക്കമുള്ള സന്യാസിനിപരമായിട്ടുള്ള അമ്മമാരടക്കമുള്ളവർ പങ്കെടുക്കും. 1 മണി മുതൽ ആ ദിവസം അന്ന് രാവിലെ ഇവിടെ മഹാഗണപതി ഹോമത്തിന് ശേഷം മഹാസമാധി പൂജ തുടങ്ങുകയും ആ മഹാസമാധി പൂജയ്ക്ക് ഇവരെല്ലാവരും നേതൃത്വം വഹിക്കുകയും 1 മണി മുതൽ ഇവിടെ ഗീതാപാരായണവും വേദപാരായണവും നടക്കും. അതിനകത്ത് ഗീതാപാരായണത്തിന് അരുൺ പ്രഭാകർ എന്ന, വേദപാരായണത്തിന് ഗായത്രി ഗുരുകുലത്തിൻ്റെ ആചാര്യനായിട്ടുള്ള അരുൺ പ്രഭാകർ അദ്ദേഹം അതിന് നേതൃത്വം വഹിക്കും. അതുപോലെ ഗീതാപാരായണത്തിന് നമ്മുടെ ഒരു മാതാജി അതിന് നേതൃത്വം വഹിക്കും. അങ്ങനെ വിവിധ കാര്യങ്ങളാണ് അന്ന് നടക്കുന്നത്. 27-ാം തീയതി ബഹുമാനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനോടൊപ്പം 2-ാം തീയതി രാവിലെ 10 മണിക്ക് കേരളത്തിൻ്റെ ഗവർണർ, മഠാധിപതിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ കേരളത്തിൻ്റെ ഗവർണറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പരിപാടിയിൽ സീമാ ജാഗരൺ മഞ്ചിൻ്റെ അഖിലേന്ത്യാ സംയോജനമായിട്ട് എ ഗോപാലകൃഷ്ണൻ അവർ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ, അതുപോലെ ഈ വെട്ടിക്കുല ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള MP സജീവ്, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ VK വിശ്വനാഥൻ, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ശശികല ടീച്ചർ, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് തങ്കപ്പൻപിള്ള സാറ്, അതുപോലെ SNDPയുടെ സതീഷ് സത്യപാൽ, KPMSൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് G സുരേന്ദ്രൻ, സദാനന്ദ സ്വാമിജിയുടെ അനുഗ്രഹത്തിൽ തുടങ്ങിയിട്ടുള്ള സാധുജന പരിപാലന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജഗതി, അതോടൊപ്പം
വാർഡ് മെമ്പർമാർ, വിവിധ സാംസ്കാരിക നായകന്മാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം സദാനന്ദൻ 2024 പുരസ്കാര വിതരണവും ഗവർണർ നിർവഹിക്കുന്നുണ്ട്. അത് കുന്നുകുഴി എസ് മണി എന്ന് പറയുന്ന കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചരിത്രകാരനുമായിട്ടുള്ള സദാനന്ദ സ്വാമിജിയെക്കുറിച്ചും മഹാത്മാ അയ്യങ്കാളിയെ രംഗത്ത് കൊണ്ടുവന്ന സദാനന്ദ സ്വാമികളാണ്. ആ ചരിത്രത്തെക്കുറിച്ച് വിശദമായി പഠിച്ച് മറ്റുള്ളവർക്ക് പകർന്നു നൽകിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനും അതോടൊപ്പം ചരിത്രകാരനുമല്ല കുന്നുകുഴി എസ് മണിക്ക് സദാനന്ദ സ്വാമിജിയുടെ നാമധേയത്തിലുള്ള സദാനന്ദൻ 2024 പുരസ്കാരം നൽകുന്നു. അതോടൊപ്പം നമ്മുടെ തെക്കൻ അയോധ്യ എന്നറിയപ്പെടുന്ന ചടയമംഗലം കോദണ്ഡരാമക്ഷേത്രത്തിൻ്റെ തന്ത്രിയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ബിംബ നവീകരണ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്ന തന്ത്ര വിദ്യാപീഠത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ സതീശൻ ഭട്ടതിരിപ്പാടിന് താന്ത്രിക മേഖലയിലും ഈ ഹൈന്ദവ നവോത്ഥാനത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി സതീശൻ ഭട്ടതിരിപ്പാടിനും സദാനന്ദൻ 2024 പുരസ്കാരം നൽകുന്നുണ്ട്. ഈ നാട്ടിൽ പശുവിനെ വളർത്തി ക്ഷീരകർഷകയായിട്ടുള്ള ഈ ആശ്രമത്തോടൊപ്പം അനുബന്ധിച്ച് ജീവിച്ച് അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന മികച്ച ക്ഷീരകർഷകയായ 10ലധികം പശുക്കളെ വളർത്തി ഉപജീവനം നടത്തുകയും കുട്ടിയെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന എൽ മായാദേവിക്ക് മികച്ച ക്ഷീരകർഷകയ്ക്കുള്ള അവാർഡ് നൽകുന്നു. അതുപോലെ ഇരണൂർ ആശ്രമത്തിനൊട്ടത്തുള്ള ഇരണൂർ സ്വദേശിയായിട്ടുള്ള ജൈവകൃഷി ഉൾപ്പെടെ വളരെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്ന ഷൺമുഖൻ പിള്ളയ്ക്ക് കാർഷിക മേഖലയിലെ അവാർഡ് നൽകുന്നു. അതുപോലെ വേദം എല്ലാവർക്കും സാധ്യമാകുന്ന രീതിയിൽ സരസമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗായത്രി ഗുരുകുലം മലപ്പുറം തിരൂരിലെ ആചാര്യനായിട്ടുള്ള അരുൺ പ്രഭാകർ, അദ്ദേഹത്തിനും ഈ സദാനന്ദൻ 2024 പുരസ്കാരം നൽകുന്നു. പിന്നെ എഴുത്തുകാരനും കവിയുമായിട്ടുള്ള ചടയമംഗലം ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ ജേതാവ് കൂടിയായിട്ടുള്ള ദീപു RSന് സദാനന്ദം 2024 പുരസ്കാരം നൽകുന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വിലങ്ങറ എന്നുള്ള സ്ഥലത്ത് നിന്ന് വളരെയധികം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വെർഷൻ കണ്ടുപിടിച്ചുകൊണ്ട് വലിയ അംഗീകാരം കിട്ടിയ ഒരു യുവ IT വിദഗ്ധനായിട്ടുള്ള നമ്മുടെ വേദവ്യാസൻ കോവിലകത്തിന് സദാനന്ദ സ്വാമിയുടെ 2024 പുരസ്കാരം നൽകുന്നുണ്ട്. അതും ഇതിനോടൊപ്പം ഉണ്ട്. അതിനുശേഷം എല്ലാവർക്കും അന്നപ്രസാദം നൽകുന്ന പരിപാടിയോടുകൂടി സദാനന്ദൻ 2024 പരിപാടി